എവിടെ എന്ത് ചെറ്റത്തരം കാട്ടിയാലും ചോദിക്കാൻ ആരുമുണ്ടാവില്ലെന്നുള്ള നിന്റെ അഹങ്കാരം അത് ഇന്നുകൊണ്ട് അവസാനിപ്പിച്ചേക്കണം. ഇത് ഭാമിനിയാ പറയുന്നേ, ഭാമിനി ഭട്ട്. ഓ ഭാമിനി, ഭാമിനി ഭട്ട്. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. നേരിൽ കാണുവാനാ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും പരിചയപ്പെട്ട ഈ സ്ഥലം എനിക്കങ്ങ് ബോധിച്ചു. എന്നെ കുറിച്ചും എന്റെ രീതികളെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. കാളിയാർ, ഞാനിവിടെ വന്ന ദിവസം മുതൽ നിന്നെ കുറിച്ച് കേട്ടിരുന്നു. നീ അറിയാതെ നിന്റെ ലീലാവിലാസങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. മര്യാദയുടെ ഭാഷയിൽ ഞാൻ നിന്നോട് പറയാ, ഒതുങ്ങണം, ഒതുങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഒതുക്കും. അതേടാ, എല്ലാം നിർത്തിക്കുവാനാ ഞാൻ വന്നത്. നക്കാപ്പിച്ച കാശിനു വേണ്ടി പെണ്ണിന്റെ മടിക്കുത്തിൽ കയറി പിടിക്കുന്ന നീ അനുഭവിക്കാൻ പോകുന്ന അഗ്നിപരീക്ഷണങ്ങളെ അതിജീവിക്കാൻ തയ്യാറെടുത്തു. നടുമുറ്റത്ത് പിച്ചി ചീന്തുന്ന പെണ്ണിന്റെ മാനത്തിന് നിന്നോട് കണക്ക് പറയും ഈ ഭാമിനി. കൂട്ടിയും കിഴിച്ചും അവസാനം നിന്റെ ജീവനിൽ എത്തിച്ചേരും. അതിനുള്ള അവസരം നീയായിട്ടുണ്ടാക്കരുത്. വിടറാ അവളെ, വിടാം. കാളിയാറിന് പണം കിട്ടണം. അങ്ങനെയെങ്കിൽ എന്തിനും ഞാൻ തയ്യാർ. ജീവിതം എന്തെന്നറിയാത്ത ഈ പിഞ്ചു കുഞ്ഞിനെ പണയാധാരമാക്കി മാറ്റിയ പിശാചേ, നിനക്ക് എത്ര രൂപയാ വേണ്ടത്? ദാ നിന്റെ മുതലും പലിശയും. പക്ഷേ ഇവിടെ കാണിച്ച തോന്നിവാസങ്ങൾക്ക് പലിശ ഉൾപ്പെടെ നിനക്ക് ഞാൻ തരുന്നുണ്ട്. എടി പണക്കാരി പെണ്ണെ, നീ കാളിയാറിനോടാ അംഗം കുറിച്ചിരിക്കുന്നേ. ഇവിടെ ഞാനും നീയും തമ്മിലാ അംഗം. അത് നീ ഓർക്കണം. ചാതഞ്ഞരഞ്ഞൊരു റോസാപ്പൂവായി നീ മാറും. മാറരുത്. എടാ കാളിയാറേ, നിനക്ക് നല്ല ചുട്ട അടിയുടെ കുറവുണ്ട്. പരിഹരിക്കാം. തൽക്കാലം നിനക്ക് കാശ് കിട്ടിയില്ലേ, കൊണ്ട് പോടാ. അമിനി, ഞാൻ കാത്തിരിക്കും നേരിൽ കാണാൻ, വിശദമായി ഒന്ന് പരിചയപ്പെടാൻ. നിന്റെ ആ സ്റ്റൈൽ അതെനിക്കിഷ്ടമായി. കാളിയാർ പോകുന്നു. എതിരിടുവാൻ ഒരു എതിരാളിയെ കണ്ടെത്തിയ സന്തോഷത്തോടെ. നീ സൂക്ഷിച്ചോ. നീ സൂക്ഷിച്ചോ. നിന്റെ നാളുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാം. കാണണം. ഏത് കഴിവേറുകളാണ് വഴിയില്? എന്താടാ നീക്ക്? ഏതാടാ? ഞങ്ങളെ മേഡം അയച്ചതാ നിങ്ങളെ തടഞ്ഞു നിർത്താൻ. ഏത് മറ്റവരാടാ നിന്റെയൊക്കെ മാഡം?
മേഘമലരുമ്പോഴും കൊടുങ്കാറ്റ് വീശുമ്പോഴും കൂട്ടറകളുമ്പോഴും ഓഹോ പാട്ട് തീരുമ്പോഴും വെയിൽ വാടാത്തൊരിതളുമായി വരും പളുങ്ക് പൂവേ. എവിടെയാണ് ന്യായം, എവിടെയാണ് നീതി? സത്യമേവ ജയതേ, ധർമ്മമേവ ജയതേ. നേർക്കുനേർ നിന്നോട് ഏറ്റുമുട്ടാൻ ജന്മം കൊണ്ട ഞാനാടാ ഇവരുടെ മേഡം ഭാമിനി ഭട്ട്. ചൂരെ, നീ ആയിരുന്നോടി ഇവരുടെ മാഡം? മാറിക്കളി വലിയത്. ഏത് പെൺകുട്ടിയുടെ മാനത്തിന് വില പറയാനാടാ നിന്റെ ഈ ധൃതിയിലുള്ള പോക്ക്? കാളിയാർ നോട്ടമിട്ടാൽ ഏത് പൊന്നുമോളായാലും ഞാൻ അവളെ പൊക്കിയിരിക്കും. ഒരുപക്ഷെ അത് നീയാണെങ്കിൽ നിന്റെ നേരെ എന്റെ ചൂണ്ടുവിരൽ ഉയർന്നാൽ നീയും എന്നെ അനുസരിച്ചേ മതിയാവും. ഇനി ഒരു പെണ്ണിന് നേരെ ചൂണ്ടുവാൻ ആ ചൂണ്ടുവിരൽ നിനക്ക് വേണ്ടേ? ആരെയും ഞാൻ. നീ ഒന്നോർത്തോ, നീ ഒരു പെണ്ണാ. കാളിയാർ കണ്ടിട്ടുള്ള പെൺവർഗത്തിന് ഒരുവൾ മാത്രം. അധികം അഹങ്കരിക്കരുത്. അഹങ്കാരം കൂടിയാൽ ഒന്നുകിൽ കൊട്ടയിലേക്ക് അല്ലെങ്കിൽ വറചട്ടിയിലേക്ക്. അതിലൊന്നു മാത്രം നിന്റെയും വിധി. നീ ചവിട്ടി മെതിച്ച സ്ത്രീ സമൂഹത്തിന്റെ കരുത്തുമായിട്ടാടാ ഞാൻ നിൽക്കുന്നത്. എത്രയോ കുടുംബങ്ങളെ നീ വഴിയാധാരമാക്കി. എത്രയോ പെൺകുട്ടികളുടെ മാനത്തിന്റെ വിലപേശൽ നീ നടത്തി. കടിച്ചു കീറപ്പെട്ട സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായി നിനക്കെതിരെ നിന്റെ ജീവന് വേണ്ടി ഞാൻ നിൽക്കുന്നു. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. എനിക്കെതിരെ ചെറുവിരൽ ചലിപ്പിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് വിധേയയാകാം. നിന്റെ അടിമയാകാം. ഈ ഭാമിനി ഭട്ട്. എടി ചൂരെ, എന്റെ ഔദാര്യവാടി നിന്നിൽ ഇന്ന് അവശേഷിക്കുന്ന ഈ ജീവൻ. നിന്നെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ എടുത്തിട്ടാടി പുല്ലേ ഞാനീ നടക്കുന്നേ. കുട്ടിച്ചന്റെ ദൈവമായി അവതരിച്ച നീ, നിന്റെ മുന്നിൽ ഞാനും തോറ്റു. അത് കണ്ടിട്ടാണ് നിന്റെ ഈ നകലിപ്പെങ്കിൽ അവിടെ നിനക്ക് തെറ്റുപറ്റി. ആരെയും മോഹിപ്പിക്കാനായി കൊണ്ടു നടക്കുന്ന നിന്റെ ഈ മോഹിനി രൂപം, അതിന്റെ മുമ്പിലാണ് ഞാൻ തോറ്റത്. പക്ഷേ അതെന്റെ തോൽവിയല്ല, നിന്റെ വിജയവുമല്ല. കാരണം പെണ്ണാണ് എന്റെ വീക്ക്നെസ്. എടാ മരക്കാളി, നിന്നെ മണ്ണാക്കാൻ എനിക്കൊരു നിമിഷം മതി. പക്ഷേ നിനക്ക് ഞാൻ വിധിക്കുന്നത് ചെറിയൊരു ശിക്ഷയാ. അത് നീ എരന്നു വാങ്ങുന്നതാ. അത് തരാനാ ഭാമിനി വന്നത്. എടാ കാളിയാറേ, ഈ കൈ എനിക്ക് വേണം. അപരാധം കൊടുങ്കാറ്റ് വീശുമ്പോഴും കൂട്ടറകളുമ്പോഴും ഓഹോ പാട്ട് തീരുമ്പോഴും
പാടാത്തൊരിതളുമായി വരും പളുങ്ക് പൂവേ എവിടെയാണ് ന്യായം എവിടെയാണ് നീതി സത്യമേവ ജയതേ ധർമ്മമേവ ജയതേ കൊടുങ്കാറ്റ് വീശുമ്പോഴും കൂട്ടറകളുമ്പോഴും ഓഹോ പാട്ട് തീരുമ്പോഴും പെയ്യിൽ പാടാത്തൊരിതളുമായി വരും പളുങ്ക് പൂവേ മിസ്റ്റർ അനിരുദ്ധൻ, ആരെയും വകവയ്ക്കാത്ത, ആരെയും ഭയക്കാത്ത നിന്റെ ഈ ഭാവം ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമായി. പക്ഷെ നീ ഞെട്ടും, ഞെട്ടിപ്പിക്കും ഞാൻ. നീ ഞൊട്ടും. എടി പെണ്ണേ, നീ കുറെ നാളായല്ലോ കിടന്ന് കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ഞെട്ടിന്നാണോ നിന്റെ വിചാരം? നടു റോഡിൽ കിടന്നുള്ള നിന്റെ ഒറ്റയ്ക്കുള്ള ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, അതെനിക്ക് നന്നായി പിടിച്ചു. ഞാൻ ആസ്വദിക്കുകയായിരുന്നു. നിന്റെ മുഖത്ത് മിന്നി മറയുന്ന അഭിനയത്തിന്റെ യഥാർത്ഥ ഭാവങ്ങൾ ഞാൻ വീക്ഷിക്കുകയായിരുന്നു. അല്ല, ഇവളാരാന്ന് ഇവളുടെ വിചാരം? ഇവളുടെ നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എടി, നടു റോഡിൽ കിടന്ന് ഷോ ആണെങ്കിൽ കയറി പോകണേ. ജീവിതം മുഴുവൻ അഭിനയിച്ചു തീർക്കുന്ന നിന്റെയൊക്കെ മുന്നിൽ ഞാൻ എത്രയോ നിസ്സാരം. പക്ഷെ അനിരുദ്ധൻ, സത്യസന്ധമായ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ നിന്റെ അഭിനയം വെറും പരാജയമാണെന്ന് ഞാൻ തെളിയിക്കും. ഈ ഭാമിനി നിർത്തടി. നടു റോഡിൽ അഭിസാരികളെ പോലെ നിൽക്കുന്ന നീ എന്നെ എന്ത് പഠിപ്പിക്കാനാ? അനിരുദ്ധനെ ഭയപ്പെടുത്താനോ അതോ സമൂഹത്തിലെ എന്റെ മാന്യത ഇല്ലാതാക്കാനോ? എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ പറഞ്ഞ നിന്റെ മാന്യത ഉണ്ടല്ലോ, സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കുതിച്ചു പായുന്ന ആ മാന്യത, അത് നേടുവാൻ നീ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ പെൺകുട്ടികൾ, നീ ചീന്തിയെറിഞ്ഞവരുടെ മാനാഭിമാനങ്ങൾ, അഭിസാരികകളായി നീ ചവച്ചു തുപ്പിയ അവരുടെ ജീവിതങ്ങളെ ഇന്ന് നിനക്ക് പുച്ഛത്തോടെ എഴുതി തള്ളുവാൻ എങ്ങനെ കഴിയുന്നു അനിരുദ്ധ? അവരുടെ ചങ്കിൽ പൊടിഞ്ഞ ചോരയായിരുന്നു നിന്റെ ആദ്യ ജീവിത മൂലധനം. ഇപ്പൊ കാണുന്ന നീ എന്ന വിഗ്രഹം ഉറപ്പിക്കുവാനുള്ള ചേറും ചെളിയും അവരായിരുന്നു. അനിരുദ്ധനെ ഭയപ്പെടുത്താനോ? അനിരുദ്ധന്റെ ജീവിത രഹസ്യങ്ങളുടെ കലവറ തുറന്നാൽ പലതും സംഭവിച്ചിട്ടുണ്ട്. പല കഥകളുണ്ട്, പലരുടെയും ജീവിതമുണ്ട്. ഒരുപക്ഷെ നീ ഉണ്ടാകാം. കാലഹരണപ്പെട്ടതൊക്കെ ഞാൻ കുഴിച്ചുമൂടി. ഇനി എന്റെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടമില്ല. വെൽഡൺ മിസ്റ്റർ അനിരുദ്ധൻ, അപ്പൊ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാം. ഈ ഭാമിനിയെ നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതാ നിനക്ക് മനസ്സിലാക്കുവാൻ എന്റെ വക ഒരു സമ്മാനം. റോയ് 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 കായജം കർമ്മജം വാ സമനനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേ ക്ഷമസ്വ. നിന്റെ കാളിയാറിന്റെ വലതുകൈ, അതായത് നിന്റെ വലതുകൈ. ശിവ ശിവ കരുണാദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാദേ ശ്രീ. ഇനിയും ഇത്തരം നാറിയ കളികൾക്കായി ഭാമിനിക്കെതിരെ ഏതെങ്കിലും നെത്തോലിയെ വിട്ടാൽ അവന്റെ കൈ മാത്രമല്ല, കാലും തലയും വെട്ടിയെടുത്ത് നിനക്ക് മുന്നിൽ കൊണ്ടിടും. പറയുന്നത് ഭാമിനിയ, പറയുന്നത് പോലെ ചെയ്യുന്ന നിന്റെ ശത്രു ഭാമിനി. ഭാമിനി ഭട്ട്. അയ്യോ, എന്താ ചേച്ചി? എന്താ ഛർദിക്കുന്ന? എന്താ ആഹാരം വല്ലതും വയറ്റി പിടിക്കാത്ത കഴിച്ചോ ചേച്ചി? ഏയ്, അതൊന്നുമല്ല. പിന്നെ സത്യം? എന്താ രണ്ടാളും കൂടി അടക്കം പറയുന്നത്? അമ്മേ, ചേച്ചിക്ക് വിശേഷം ഉണ്ടെന്ന്. നേരാണോ മോളെ? ദൈവം എന്റെ കൂടെ അമ്മേ. ഇത്രയും സങ്കടത്തിനിടയിലും ഇങ്ങനൊരു സന്തോഷം തന്നില്ലേ? എല്ലാരും ആഗ്രഹിച്ചതായത്. ഒരു കുഞ്ഞുണ്ടാവുമ്പോഴാ ഒരു പെണ്ണിന്റെ ജീവിതം പൂർണ്ണമാകുന്നത്. അമ്മയാകാന്ന് പറയുന്നത് ഈശ്വരന്റെ അനുഗ്രഹമാണ് മോളെ. അത് സാധിച്ചല്ലോ.